Hi friends, it's me on shabzztechy. Shabzztechyയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു കണ്ടൻറ് ആയിട്ടുള്ള നല്ല ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. കുറേ നാളത്തെ ആഗ്രഹം കൂടിയായിരുന്നു എൻ്റെ ഒരു സ്വന്തമായിട്ട് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ജാവയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ക്ലിയർ ആയിട്ട് ഈസി ആയിട്ടുള്ള വീഡിയോ ഡിസ്പ്ലേ സ്ക്രീനിൽ കാണിച്ചു തരാം അടുത്തായിട്ട്. ഇതിപ്പോൾ ഞാൻ ചെയ്തത് പി സിയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണിൽ ചെയ്യാൻ പറ്റും. ക്രോമിൽ പോയിട്ട് ഡെസ്ക് ടോപ്പ് സെറ്റിംഗ് അറിയാമല്ലോ, അത് ഇപ്പോൾ മിക്കവരും ചെയ്യുന്ന അതേ സെറ്റിംഗ് ആണ്. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് നേരെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ പോയാലോ. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനോട് ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ആദ്യം നമുക്ക് ഗൂഗിളിൽ പോയിട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്തിട്ട് ഓളിൽ പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്ന അവരുടെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് ആയിരിക്കും. ഡൗൺലോഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ SDK ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ആ വെബ്സൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത പാടെ തന്നെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ തന്നെ അതിന് താഴെ ഡൗൺലോഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഗ്രീൻ കളർ, പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അലോ കൊടുക്കുക. പിന്നെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, ഡെസ്ക് ടോപ്പിലുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത പാടെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഒരു ഇൻ്റർഫേസ് ഇതേപോലത്തെ ഇൻ്റർഫേസ് ആയിരിക്കും ആദ്യം കാണിക്കുക. ഒരു കുറച്ച് സെക്കൻഡ്സ് അത് ലോഡാവാൻ വേണ്ടി എടുക്കും. എന്നിട്ട് ഇതേപോലത്തെ ഒരു ടാബ് ഓപ്പൺ ആയി വരും. അതിൽ നേരത്തെ ചെയ്ത പ്രോജക്ട്സൊക്കെ ലെഫ്റ്റ് സൈഡിലുണ്ടാവും. ഞാൻ നേരത്തെ 2-3 പ്രോജക്റ്റ് ചെയ്തായിരുന്നു അതിൻ്റെയാണ്. പിന്നെ റൈറ്റ് സൈഡിൽ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ്, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതിപ്പോൾ ഒന്നും നോക്കണ്ട, നമുക്ക് വേണമെങ്കിൽ പിന്നീട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. നമുക്ക് ആദ്യമായിട്ട് ഇപ്പോൾ ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ് എന്നതിലേക്ക് ക്ലിക്ക് ചെയ്യാം. അടുത്തായിട്ട് വരുന്ന ടാബ് എന്ന് പറഞ്ഞത് പ്രോജക്റ്റ് ടെംപ്ലേറ്റ് ആണ്. നമ്മുടെ ആപ്പിന് ടെംപ്ലേറ്റ് കൊടുക്കുന്നതാണ്. ഒരുപാട് ടെംപ്ലേറ്റ്സ് അവർ തന്നെ കൊടുക്കുന്നുണ്ട്. ബേസിക് ആക്ടിവിറ്റീസ്, ബോട്ടം നാവിഗേഷൻ, MT, ഫുൾ സ്ക്രീൻ, ഗൂഗിൾ ആഡ് മോബ്, ഗൂഗിൾ മാപ്സ് ഉണ്ട്, ലോഗിൻ ഉണ്ട്, മാസ്റ്റർ ഉണ്ട്, നാവിഗേഷൻ ഓർ ഡ്രോവർ ഉണ്ട്, സെറ്റിങ്സ് ഉണ്ട്, സ്ക്രോളിംഗ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കിപ്പോൾ MT സെലക്ട് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാമല്ലോ. അപ്പോൾ അടുത്ത ടാബ് എന്ന് പറയുന്നത് കോൺഫിഗർ യുവർ പ്രോജക്റ്റാണ്. അത് പ്രോജക്റ്റിൽ ആദ്യമായിട്ട് നെയിം ഓപ്ഷൻ കൊടുക്കണം. അത് നമ്മുടെ ആപ്ലിക്കേഷൻ എന്താണോ നെയിം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ നെയിം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ shabzztechy എന്നാണ്, shabzztechyൻ്റെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് shabzztechy എന്ന് തന്നെ കൊടുക്കുകയാണ്. നെക്സ്റ്റ് വരുന്നത് പാക്കേജ് നെയിമാണ്. പാക്കേജ് നെയിം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനിലുള്ള ഡോക്യുമെൻറ്റ്സ്, ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു പാത്ത് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് സ്റ്റെപ്പ് സേവിങ് ലൊക്കേഷൻ ആണ്. പിന്നെ നമുക്ക് വരുന്നത് ലാംഗ്വേജ് സെറ്റപ്പ് ആണ്. ഇതിൽ തന്നെ 2 ലാംഗ്വേജസ് ഉണ്ട്, ജാവയുണ്ട്, കോട്ട്ലൈൻ ഉണ്ട്. കോട്ട്ലൈൻ പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷനാണ് ആൻഡ്രോയിഡിൽ നിന്ന് തന്നെ. ന്യൂ ഡെവലപ്പേഴ്സൊക്കെ കോട്ട്ലൈനാണ് യൂസ് ചെയ്യുന്നത്. കാരണം കോട്ട്ലൈനിൽ ഓൾറെഡി ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കുറേ ഫങ്ഷൻസ് ഉണ്ട്. മാത്രമല്ല ഒരു ആപ്പ് നമ്മൾ കോട്ട്ലൈൻ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അതിലെന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ആപ്പ് നോട്ട് റെസ്പോണ്ടിങ് അങ്ങനത്തെ എറേഴ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഫിക്സ് ചെയ്ത് തരും. ബട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ജാവയാണ്. വി ഓൾറെഡി ലേൺഡ് ജാവ, സോ ജാവയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ട്ലൈൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് വരുന്നത് SDK ആണ്. SDK എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ കിഡ്കാറ്റ് യൂസ് ചെയ്താൽ അത് ജെല്ലി ബീനിൽ വർക്കാവില്ല. ഇപ്പോൾ കിഡ്കാറ്റ്, ജെല്ലി ബീന്, ലോലിപോപ്പ്, മാർഷ്മോൾ ഒക്കെ ചോക്ലേറ്റ് ഒന്നുമല്ല, അതൊക്കെ ആൻഡ്രോയിഡിൻ്റെ വേർഷൻസ് ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് 6 ആണ്, 11 പോയിൻറ്റ് സംതിങ് ആണ്. ഇപ്പോൾ നമുക്കത് ചൂസ് ചെയ്യാം. സോ അപ്പോൾ നമുക്കത് ഫിനിഷ് ചെയ്യാം. ഫിനിഷ് ചെയ്തിട്ട് നേരെ വേറെ പേജിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തതിലേക്ക് തന്നെ പോവാണ്. എന്നിട്ട് ഇതേപോലത്തെ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരും. സോഫ്റ്റ്വെയറിൽ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത പാടെ തന്നെ കാണുന്നത് കുറേ ടൂൾസും ഫീച്ചേഴ്സൊക്കെ കാണാൻ പറ്റും. ഒരു നോർമൽ സോഫ്റ്റ്വെയറിലുള്ള എല്ലാ ഓപ്ഷൻസും ഇതിലുണ്ടാവും. മെയിനായിട്ട് ഇതിലുള്ളത് ടൂൾസിൽ ബിൽഡ്, മേക്ക് പ്രോജക്റ്റ്, റൺ ചെയ്യുമ്പോൾ ഡിബഗ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിലുണ്ടാകുന്നത്. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയെന്ന് നോക്കാനുള്ള ഒരു പ്രിവ്യൂ ഓപ്ഷൻ ഉണ്ട് ഇതിൽ. അത് നമുക്ക് സ്ക്രീനിൽ തന്നെ നോക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഫോൺ PC കണക്ട് ചെയ്താൽ പ്രിവ്യൂ അറ്റ് ദ മൊമെൻറ്റ് നമുക്ക് ഫോണിൽ നോക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ നോക്കുന്നതിന് പ്രിവ്യൂവിന് എമുലേറ്റർ എന്നാണ് പറയുക. പിന്നെ നമ്മുടെ ഈ സോഫ്റ്റ്വെയറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യമായിട്ടുള്ളതാണ് മാനിഫെസ്റ്റ് ഫയൽസ്. മാനിഫെസ്റ്റ് ഫയൽസ് എന്ന് വെച്ചാൽ ഒരു ആപ്ലിക്കേഷനിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാകും. ഹോം ആക്ടിവിറ്റി, ഒരു ഇ-കോമേഴ്സ് വെബ്സൈറ്റിന് പറഞ്ഞു കൊടുത്താലും ഹോം ആക്ടിവിറ്റി ഉണ്ടാവും, പ്രൈസ് ആക്ടിവിറ്റി ഉണ്ടാവും, കാറ്റഗറി ആക്ടിവിറ്റി ഉണ്ടാവും, കുറേ ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ മാനിഫെസ്റ്റ് ഫയലിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സെക്കൻഡായിട്ട് നമുക്ക് വരുന്നത് സർവീസാണ്. സർവീസ് എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളാണ്.
തേർഡായിട്ട് നമുക്ക് വരുന്ന പെർമിഷനാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഹാർഡ്വെയറിനെ ആക്സസ് ചെയ്യണമെങ്കിൽ പെർമിഷൻ എടുക്കണം. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ക്യാമറയോ ലൊക്കേഷനോ ഫയൽ ആക്സസ് റീഡ് ആൻഡ് റൈറ്റ്, പിന്നെ ഒരു പെർമിഷൻ എന്ന നിലയ്ക്ക് ഇൻ്റർനെറ്റ് മസ്റ്റാണ്. നെക്സ്റ്റ് നമുക്ക് വരുന്ന ജാവ ഫോൾഡറാണ്. ഇതിൽ പ്രോഗ്രാമിംഗ് കോഡ്സ് മാത്രം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, സ്റ്റോർ ചെയ്യുന്നുള്ളൂ. ഓൺലി ജാവയാണ്. അതിൽ 3 ഫോൾഡേഴ്സ് ഉണ്ട്. ഒന്ന് മെയിൻ ഫോൾഡർ ഉണ്ട്, 2 ടെക്സ്റ്റിംഗ് ഫോൾഡർ ഉണ്ട്. ടെക്സ്റ്റിംഗ് ഫോൾഡർ 2 നമുക്ക് ആവശ്യമില്ല, കാരണം ടെക്സ്റ്റിംഗ് അല്ല നമ്മൾ ചെയ്യുന്നത്, ടെസ്റ്റിംഗ് അല്ല നമ്മൾ ചെയ്യുന്നത്, ഡെവലപ്മെൻറ്റ് ആണ്. അതിനുശേഷം നമുക്ക് വരുന്നത് റിസോഴ്സ് ഫോൾഡറാണ്. ഒബ്വിയസ്ലി XML ഫയലാണ് ഉണ്ടാവുക. ആദ്യം കാണുന്നതാണ് അനിമേഷൻ ഫോൾഡറാണ്. അതിൽ കുറച്ച് ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. നെക്സ്റ്റ് ഓപ്ഷൻ ഉള്ളത് ഡ്രോവബിൾ ഫോൾഡറാണ്. അതിൽ കുറച്ച് ഇമേജസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇമേജസ് ആണ്, ഡൈനാമിക് അല്ല. അതിന് നെക്സ്റ്റ് ആയിട്ടുള്ളത് ലേഔട്ട്സ് ആണ്. മെയിൻ ലേഔട്ട്സ് ഉണ്ട്. അതിന് നെക്സ്റ്റ് ആയിട്ടുള്ളത് മെനു ആണ്. മെനു എന്ന് പറഞ്ഞാൽ ഇതിൽ ലേഔട്ട്സ് ഉണ്ട്, സബ് എലമെൻറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ മെനുവിൻ്റെ ഫോൾഡറകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബിപ്പ് മാപ്പാണ്. ബിപ്പ് മാപ്പ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ അടിച്ചിട്ട് ഇമേജ് SS കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൽ ഈ ലോഞ്ചറിന് ഐക്കണൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ടെക്സ്റ്റിന് B എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഇമേജ് ഐക്കൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ സാമ്പിൾസൊക്കെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ തന്നെ. നെക്സ്റ്റ് നമുക്കതിലുള്ളത് നാവിഗേഷനാണ്. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒരു നാവിഗേഷൻ ഡ്രോവർ ഉണ്ടാവും മുകളിൽ. വെനെവർ യു ക്ലിക്കിംഗ് ലെഫ്റ്റ് റൈറ്റ് കോർണർ ഐക്കൺ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ഒരു ഡ്രോവർ ഉണ്ടാകും. അതിൻ്റെ സൈഡ് പ്രിവ്യൂ കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് 2 ടൈപ്സ് നാവിഗേഷൻ ഉണ്ട്. ഒന്ന് ഫോർ ഹോമാണ്, മറ്റൊന്ന് ഫോർ ഫോളോവേഴ്സാണ്. പിന്നെ നമുക്കിതിലുള്ളത് വാല്യൂസാണ്. വാല്യൂസ് കളറിൻ്റെ പിന്നെ ഡ്രോവബിൾ, പിന്നെ സ്ട്രിങ് കളേഴ്സ്, അങ്ങനത്തെ കളേഴ്സിനെ സംബന്ധിച്ചിട്ടാണ് ഈ വാല്യൂസ് ഉള്ളത്. ഈ നെയിമാണ് നമ്മൾ കോഡ് ചെയ്യുമ്പോൾ മെൻഷൻ ചെയ്യുന്നത് കളേഴ്സിൻ്റെ. ഇതായിട്ട് നമുക്കുള്ളത് തീമാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ 2 കളേഴ്സ് ഉണ്ടാവും, പ്രൈമറി ഉണ്ടാവും, സെക്കൻഡറി ഉണ്ടാവും. ഈ ഫീച്ചർ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഈ നൈറ്റ് മോഡ്, ഡാർക്ക് മോഡൊക്കെ ഫോണിൽ ഓൾറെഡി സെറ്റിംഗ് ഉണ്ടാവും. അത് നമ്മൾ ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വർക്കൊക്കെ ഫിനിഷ് ചെയ്യാൻ തുടങ്ങി. അവസാനമായിട്ടുള്ളത് ഇപ്പം ഞാനിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് യൂട്യൂബ് ആൻഡ്രോയിഡ് പ്ലെയർ API. കാരണം ഇത് യൂട്യൂബിൻ്റെ വീഡിയോസ്, ഷാബ്സ്റ്റെക്കിൻ്റെ യൂട്യൂബ് വീഡിയോസ് എനിക്ക് ഈ ആപ്ലിക്കേഷനിൽ പ്ലേ ചെയ്യണം. അതിന് വേണ്ടി ഇട്ട പ്ലെയറാണ് ഞാൻ യൂട്യൂബ് ആൻഡ്രോയിഡ് പ്ലെയർ API. ഒരു ലൈബ്രറിയാണത്. പിന്നെ അടുത്തായിട്ടുള്ളത് ഗ്രാഡൽ സ്ക്രിപ്റ്റാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ലൈബ്രറി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്രാഡൽ സ്ക്രിപ്റ്റിൽ പോയിട്ട് മെൻഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തത്. എന്തായാലും നമുക്ക് ആപ്ലിക്കേഷൻ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഫോൺ PC-യിലേക്ക് കണക്ട് ചെയ്യാം. അതിനുശേഷം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അത് അബൌട്ട് സെക്ഷനിൽ പോയാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫോണൊക്കെ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് കോഡ്സിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ റൺ ആവില്ല. അപ്രതീക്ഷിതമായി കിട്ടുന്ന എറേഴ്സിനെ ഒരിക്കലും നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും, എന്നാലും കുറച്ചുകൂടി ബിഗിനേഴ്സിന് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആ എററിനെ കോപ്പി ചെയ്തിട്ട് ഗൂഗിളിൽ പോയി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞ ഡെവലപ്പർ മാത്രം യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ അവർ തന്നെ എനിക്ക് അറ്റ് ലാസ്റ്റ് മൂമെൻറ്റിലാണ് 2 എറേഴ്സ് കിട്ടിയത്. ഇപ്പോഴാണ് ഞാൻ കണ്ടത് 2 എറേഴ്സ്. അത് കിട്ടിയാൽ കുഴപ്പമില്ല, കാരണം എൻ്റെ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ക്രാഷ് ആവുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ എറർ റെക്ടിഫൈ ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ വേറെ വഴിയും. നമ്മുടെ ആപ്പ് മേക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കണ്ടായിരുന്നത് നല്ല ഈസി ആയിട്ടാണ് ഞാനിപ്പോൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ജാവയിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. കോട്ട്ലൈൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഈ കോഡ്സിൻ്റെ ബാക്ക് എൻഡ് ഒന്നും ഞാൻ കാണിച്ചില്ല, കാരണം എനിക്ക് എൻ്റെ ആപ്ലിക്കേഷൻ അത് പ്രോബ്ലം ആവും. അതുകൊണ്ടാണ്. വേണമെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാം, അടുത്ത വീഡിയോയിൽ നമ്മൾ ട്രൈ ചെയ്യാം. ഇത് ആപ്പ് ബിൽഡിങ് മാത്രമാണ് ചെയ്തത്. ഇനി വീഡിയോൻ്റെ ആപ്പിൻ്റെ ആഡ്സ് കൊടുക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എനിക്കൊരു ഉറുമ്പാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ പോയി ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിൽ നല്ല വീഡിയോസ് കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ഓൺ ഷാബ്സ്റ്റെക്കി സൈനിങ് ഔട്ട്.